ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ലിയ ജോൺ, സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എസ്ഐ ചർച്ച് സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 37ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 25-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയിലേക്ക് ദാവീദ് തിരിയുന്നു. തന്റെ തെറ്റിനെ കുറിച്ച് നന്നായി ബോധ്യപ്പെട്ട ദാവീദ് തിരുനാമ നിമിത്തം വിടുവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ദാവീദിന്റെ സ്വന്തം ഗുണത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. 12 മുതലുള്ള വാക്യത്തിൽ വ്യക്തമായ നടത്തിപ്പ്, പോകേണ്ടുന്ന വഴി ദൈവം കാണിച്ചു കൊടുക്കും. വ്യക്തിപരമായ ഐശ്വര്യം, ദൈവത്തിന്റെ നന്മ സമൃദ്ധിയായി അനുഭവിക്കും. കുടുംബ സുരക്ഷിതത്വം, അവന്റെ മക്കൾ ദേശത്തെ കൈവശമാക്കും. സ്വർഗീയ കൂട്ടായ്മ, ദൈവം തന്റെ വഴികളും മനസ്സും ഹൃദ്യമായി അറിയിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു ആന്തരിക വലയം അനുഭവം അവനുണ്ടാകും. വാക്യം 14. ഈ സങ്കീർത്തനത്തിലെ സ്വർണവാക്യം ഇതാണ്: യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിനു മുമ്പായി ഈ ഭൂമിയിലുണ്ടാകുന്ന ജാതീയ രാഷ്ട്രങ്ങളെ പറ്റിയുള്ള ദർശനം ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി. പാൽമോസിലെ തേജസ്സേറിയ വെളിപ്പാട് തന്റെ മാർവോട് ചാഞ്ഞ യോഹന്നാന് കർത്താവ് വെളിപ്പെടുത്തി. വാക്യം 15. ദൈവഭയമുള്ള ഈ കൂട്ടത്തിൽ ദാവീദ് തന്നെയും ഉൾപ്പെടുത്തി. ആശ്രയത്തോടും പ്രതീക്ഷയോടും തന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കി കാത്തിരിക്കുന്നു. ഇപ്പോൾ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ വലയത്തിൽ നിന്നും കർത്താവ് തന്നെ വിടുവിക്കുമെന്ന് ഉറപ്പുണ്ട്. വാക്യം 16. വലയത്തെ പറ്റി പറഞ്ഞ ഉടനെ ആത്മീക അനുഭവത്തിൽ നിന്നും ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നുമുള്ള പരിഹാരത്തിനായി പ്രാർത്ഥിക്കുന്നു. ആന്തരികമായി കുഴഞ്ഞ പ്രശ്നങ്ങളിലാണ്. ആകയാൽ കരുണയോടെ തന്നിലേക്ക് തിരിഞ്ഞ് സങ്കീർണമായ ഹൃദയത്തിന് ആശ്വാസം നൽകി പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചു. അവസാന വാക്യത്തിൽ ദാവീദ് ഇസ്രായേലുമായി ഏകീകരിക്കപ്പെട്ട് രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിനായി പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് നമ്മുടെ കുറവുകളും തെറ്റുകളും ക്ഷമിക്കുവാനായി അടുത്തു വരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ദൈവിക കരുതലിനായും സൂക്ഷിപ്പിനായും നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.